ഈ നാട്ടിലും പിച്ചക്കാർ വന്നു തുടങ്ങിയോ? അത് പറമ്പിൽ അപ്പച്ചനെ രാവിലെ ഗ്യാസ് ട്രബിൾ തുടങ്ങിയെന്നാ തോന്നുന്നത്. അല്ലട റിൻസി, ഇന്ന് ഷൈനിയുടെ വീട്ടിൽ പാട്ട് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പോണില്ലേ? ദേ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ തൊണ്ട അടഞ്ഞു. ഒന്നും പോരാഞ്ഞിപ്പോൾ ഈ പരിപാടി നടക്കുമെന്ന് തന്നെ സംശയമാണ്. അതെന്ത് പറ്റി? ആ സിനിമാ നടി രമ്യ മേനോനില്ലേ, അവള് നമ്മളെ പറ്റിച്ചു. അവളുടെ പടവും വെച്ച് പോസ്റ്ററും അടിച്ച് ആൾക്കാർക്കെല്ലാം ടിക്കറ്റും വിറ്റതാ. അപ്പോഴാണ് അറിയുന്ന അവള് നാട്ടിൽ പോയിരിക്കുകയാണ് ഡിവോഴ്സ് ഫയൽ. രമ്യ മേനോനോ? അവള് കാലിഫോർണിയയിലുള്ള ഒരുത്തനെ കെട്ടി ഇവിടെ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായെന്നേ. 6 മാസമായോ? എന്നാ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ആ ഷൈനിയോട് അപ്പളേ പറഞ്ഞതാ അവൾക്ക് ആ പെണ്ണിന് ഭയങ്കര ജാടയാന്ന്. അപ്പം എനിക്ക് പരിചയമുള്ള പെണ്ണാണെന്നും പറഞ്ഞ് കയറി ബുക്ക് ചെയ്തു. ഇനി അനുഭവിക്കട്ടെ, അല്ല ഇപ്പൊ എന്താ പറയാനാ. അതെന്നാന്നാകട്ടെ, നീ ഒരു കാര്യം ചെയ്യ, ചോറ് വിളമ്പ്, എനിക്ക് വിശക്കുന്നു. ഒരു സെക്കൻഡ്, എന്നോട് പറയാതെ അത് മറച്ചു വെച്ചത് എന്തിനായിരുന്നു? അല്ല, ഇങ്ങനെ വിഗൊക്കെ വെച്ച ആളങ്ങോട്ട് കുട്ടപ്പനായാലോ? ആര്? ഗിരിവർക്കിയോ? പിന്നെ വിഗ് ചുമ്മാ അവിടെ ഇരുന്ന് ഓരോന്ന് വിട്ടു അടിച്ചോളൂ. നിനക്ക് എന്നെ അറിയാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ഇവന്റെ തലയിൽ ഒരു ഒറ്റ പൂടയില്ല. ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാരെല്ലാരും ഇവനെ കീരിവർക്കി എന്നാ വിളിച്ചോണ്ടിരുന്നത്. കണ്ടില്ല ആ മോന്ത കീരിയുടെ കൂട്ടല്ലേ നോക്കി. അല്ല, ഇതൊക്കെ അച്ഛൻ എങ്ങനെ അറിയാം? നാട്ടിൽ ഞങ്ങളുടെ അയലോക്കാരനായവൻ, മനസ്സിലായോ? എന്നേക്കാൾ ഒരു 3-4 വയസ്സിന്റെ പ്രായം കൂടുതലുണ്ട്. എന്റെ ചേട്ടായുടെ വലിയ ദോസ്താ. ഇടക്കാലം കണ്ട് പുള്ളിക്കാരൻ നാട് വിട്ടു പോയെന്നോ മദ്രാസിക്കട തേണ്ടി തിരിഞ്ഞ് അവസാനം ഒരു ചായക്കട തുടങ്ങി, പിന്നെ എങ്ങനെയോ TV സീരിയലിൽ കയറി എന്നൊക്കെ കേട്ടു. ഞാൻ ഒത്തിരി നാട് കൂടിയാ കാണുന്നത്. അല്ല, ഇതൊക്കെ എന്നോട് നേരത്തെ എന്താ പറയാഞ്ഞേ? എടി, എന്റെ കഴിവുകളും കോണ്ടാക്റ്റുകളും ഒന്നും ഞാൻ അങ്ങനെ നിന്നെ പോലെ വിളിച്ചു കൂയിക്കൊണ്ട് നടക്കാറില്ല. ആട്ടെ, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഓട്ടം തുള്ളലിന് സമ്മാനം കിട്ടിയ കാര്യം നിനക്കറിയാവോ? അറിയത്തില്ല. ഓട്ടം തുള്ളലിന്റെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ഗിരിവർക്കി അറിയാമെന്ന് പറഞ്ഞത് സത്യമാണോ? അയാള് ഇവിടെ ഏതോ ഷോയ്ക്ക് അമേരിക്ക വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ മലയാളം പത്രത്തിൽ വായിച്ചായിരുന്നു. നമ്മുടെ ഈ അസോസിയേഷന്റെ പരിപാടിക്ക് അങ്ങനെ ഒന്ന് കിട്ടാൻ പറ്റുമോ? ഞാനൊന്ന് വിളിച്ചാ പുള്ളി വരും. പക്ഷെ എന്നെ കണ്ടെങ്കിൽ വയ്യ, വെറുതെ എന്തിനാ. അച്ഛാ, ഒന്ന് വിളിക്ക്. നമുക്ക് ഷൈനിയുടെ മുമ്പിൽ നമുക്കും ഒന്ന് ഷൈൻ ചെയ്യണ്ടേ? ഈ അസോസിയേഷന്റെ പരിപാടിക്ക് ഒരു ചീഫ് ഗസ്റ്റ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്റ്റാറിനെ അങ്ങോട്ട് കൊണ്ടു ചെല്ലുന്നത് നമുക്കും ഒരു വെയിറ്റ് അല്ലേ? ഈ ന്യൂജേഴ്സിയിലെ മലയാളി നഴ്സുമാരെല്ലാം ഉള്ള ഒരു യൂണിയൻ ആണെന്ന് ഓർക്കണം. നോക്കട്ടെ, ഞാൻ വിളിക്കാം. നീ ഇപ്പൊ പോയി ചോറ് വിളമ്പ്. ചോറൊക്കെ റെഡിയാ. അച്ഛൻ വിളിക്കുമെന്ന് ഉറപ്പാണല്ലോ? ഞാൻ ഇപ്പം പോയി പപ്പടവും കാച്ചി മീനും പറ്റിച്ച് ഇപ്പൊ വിളിക്കാം. ഓക്കെ, എന്നാ ഫ്രീസറിലിരിക്കണേ ആ കക്കാർച്ചിയും കൂടെ അങ്ങോട്ട് വളർത്തിയാലടി. എന്റെ റിൻസി, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പരിപ്പ് കറി വെക്കരുതെന്ന്. പിന്നെ 2 മാസം ഇച്ചിരി പരിപ്പേറിയ സാമ്പാറോ കൂട്ടിയിട്ട്. ഏതായാലും അപ്പച്ചന് ഗ്യാസ് ഇളകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ആഴ്ച തന്നെ ആരും കിടത്തി ഉറക്കിയില്ല. ഗ്യാസിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. അച്ഛൻ എന്നാലും ആ ഗിരിസാറിനെ വിളിച്ചപ്പം പുള്ളി വരാമെന്ന് സമ്മതിച്ചത് എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. ഞാൻ ആദ്യം ആ സ്പോൺസറെ വിളിച്ച് അന്നേരം അവൻ പറയുക, അയ്യോ ഗിരിസാറിന് ഒരൊറ്റ ഡേറ്റ് പോലും ഇല്ല, ഇനി ഞങ്ങൾ ഒരാഴ്ച കൂടി അമേരിക്കയിലുള്ളൂ, അതും ചിക്കാഗോയിൽ ഒരു കൺവെൻഷൻകാർക്ക് കൊടുത്തേക്ക് വന്നു. ഞാൻ വിട്ടില്ല. ഞാൻ നേരെ വർക്കിച്ചേട്ടനെ വിളിച്ചു. വർക്കിച്ചേട്ടാ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ആദ്യം ഒഴിവൊഴിവൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാം, എൻ്റെ ജോർജ്, ഇപ്പം നീ വിളിച്ചാൽ ഞാൻ എങ്ങനെയാണ് നോന്ന് പറയുന്നത്, അതുകൊണ്ട് വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ദിവസങ്ങളാണ് തന്നേക്കുന്നേ? ആ ശനി ഞായർ തന്നെ പുള്ളി വരുന്നത്, നിങ്ങളുടെ ആ പ്രോഗ്രാമിൻ്റെ അന്ന് ശനി ഞായർ. പിന്നെ ചിക്കാഗോക്കാർ പുള്ളിക്കുള്ള ടിക്കറ്റ് നേരെ ഇങ്ങോട്ട് അയക്കും, നമ്മുടെ അഡ്രസ്സിൽ. ഇവിടുന്ന് അദ്ദേഹം അങ്ങോട്ട് തിരിച്ചു പോയിക്കോളും. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, പുള്ളിക്ക് എല്ലാ പരിപാടിക്ക് പോയാലും ആൾക്കാർ സംതിങ് ഒക്കെ കൊടുക്കണം. അത് ഒട്ടും കുറയാതെ നിങ്ങൾ കൊടുത്തേക്കണം. അത് കുഴപ്പമില്ല, ആ കാര്യം ഞങ്ങൾ ഏറ്റു. ഞാൻ കൊടുത്താൽ വന്നാൽ പുള്ളി മേടിക്കില്ല. അതുകൊണ്ട് ഈ ന്യൂസ് ഞാൻ ഷൈനിയോട് പറയുമ്പം അവളുടെ മുഖം എനിക്കൊന്ന് കാണണം. അവൾ 10 ദിവസമായിട്ട് നടക്കുക ആരെയെങ്കിലും കിട്ടാനെന്നും പറഞ്ഞ്. അതല്ല പ്രശ്നം, പുള്ളിക്ക് 3 ദിവസത്തെ താമസ സൗകര്യം നമ്മൾ ഒരുക്കണം. ഓ, വീണ്ടും സൈറം മുഴങ്ങി. താമസിക്കാൻ തന്നെ ഇവിടെ അങ്ങ് താമസിച്ചാ പോരെ? നമുക്ക് അത് ഗിരിസാറിനെ പോലുള്ള ഒരാൾ ഇവിടെ താമസിക്കുന്ന നമുക്കൊരു വെയിറ്റ് അല്ലേ? ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? കേട്ടില്ലേ? അപ്പം കിടത്തി ഉറക്കുവോ? അതിപ്പം അപ്പച്ചനെ നമുക്ക് ജിജി ചേച്ചിയുടെ അവിടോട്ട് വിട്ടാലോ? അപ്പച്ചനും പിള്ളേരും അങ്ങോട്ട് പോട്ടെ, അവർക്കും ഒരു ബ്രേക്ക് ആവും. അത് വേണോ? എനിക്കാണ് മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന ഇഷ്ടം. ശല്യം എന്തുവാ? അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോളല്ലേ,
അവരും ഒന്ന് അനുഭവിക്കട്ടെ കുറച്ച്. ആ നമുക്ക് ആലോചിക്കാം. രാത്രി മുഴുവൻ കിടക്കുമല്ലേ, ഏതായാലും അപ്പം നമ്മളെ കിടത്തി ഉറക്കിയില്ല. ഇതേതാ ഈ പിള്ളേര്? മാറി പിള്ളേരെ, സാറ് ഇറക്കട്ടെ. സാറേ, ഓ ഇതെന്തൊരു വെയിലാ. സാറിൻ്റെ ആ നൊമ്പരക്കാറ്റിൻ്റെ അഭിനയില്ലേ, ഓ അത് ഭയങ്കരമായിരുന്നു. പ്രത്യേകിച്ച് ആ ലാസ്റ്റത്തെ സീനില്ലേ, അത് അതിഭയങ്കരമായിരുന്നു. ഓ അതിനകത്ത് ഞാൻ ആ സെൻസ് ഓഫ് ഹ്യൂമർ വരുത്താൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ? അതല്ല, ഈ ഭാര്യയും കാമുകനെയും കൂടി ഒരുമിച്ച് പിടിക്കുന്ന ആരെങ്കിലും ഇല്ലേ? ഓ സോറി സോറി സോറി, ആ പൂവും കാറ്റും തമ്മിൽ മാറിപ്പോയതാണ്. എന്നാലും നൊമ്പരപ്പൂവില് സാറ് ശാരികയെ അത്ര അങ്ങ് ഉപദ്രവിക്കണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ ആ ഡയറക്ടർ കൊച്ചിനോട് പറഞ്ഞതാണ് ഞാൻ ഈ സീൻ ചെയ്താൽ ശരിയാകത്തില്ലെന്ന്. എന്തുമാത്രം എൻ്റെ ഫാൻസ് എന്നെ വിളിച്ച് എന്തോ ഒരു പ്രയാസമായി പോയെന്നറിയാമോ ആ റോളിൽ. എന്നാലും സാർ ഒത്തിരി അങ്ങ് മാറിപ്പോയി കേട്ടോ. പണ്ട് മദ്രാസിൽ പോയതിനു ശേഷം ഞാൻ ഈയിടെ TV കണ്ടപ്പോഴാണ് ചേട്ടനാണെന്ന് മനസ്സിലായത്. എന്നാലും സാറിന് ഇത്രമാത്രം ആരാധകർ ഉണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയ അത്ഭുതമുണ്ടോ. കേട്ടോ റിൻസി, ഞാനും ഈ സാറും എൻ്റെ ചേട്ടായും ഒക്കെ കൂടെ കൂടി എന്തുമാത്രം പന്ത് കളിച്ചിട്ടുണ്ടെന്നറിയോ? നിന്നെ ഞാൻ കാണിച്ചിട്ടില്ലേ നമ്മുടെ കൊച്ചനാപ്പാടം? അതിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞാൽ അതിനകത്താണ് ഞങ്ങളുടെ കളി. എന്തിന്, ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. അതിന്റെ അച്ചായൻ സാറിനെക്കാട്ടിലും 4-5 കൊല്ലം വിളയതല്ലേ? ഇടി പഠിത്തത്തിന് അങ്ങനെ മൂപ്പോ വല്ലതും ഉണ്ടോ? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഈ വർക്ക് ചേട്ടനും എൻ്റെ ചേട്ടനും 10ലാണ്. ഞാൻ 10ലെത്തിയപ്പം ഇവർ ആ ബെഞ്ച തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി അവിടുന്ന് വിളിക്കിറങ്ങിയത്. കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ കേട്ടു ഈ സാറിൻ്റെ ചാച്ചൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് അടിച്ചുകൊണ്ട് മദ്രാസിന് പോയെന്നോ. പിന്നെ ഈയിടെ ഇവിടെ ഈ TV-ലാണ് ഞാൻ കാണുന്നത്. അല്ല ജോർജ്, നമുക്ക് കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അല്ല ചോദിക്കട്ടെ, ആ ചായക്കട ഇപ്പോഴും ഇവിടെ ഉണ്ടോ? പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടും കൂടെ സംസാരിക്കാം. ഇവിടെ AC ഇല്ലയോ ജോർജ്? കാറിൽ എൻ്റെ ഒരു ബ്രീഫ് കേസ് ഇപ്പുണ്ട്, ഒരു കറുത്ത ബ്രീഫ് കേസ്. അതിനകത്ത് എൻ്റെ മേക്കപ്പ് അല്ല, അതിങ്ങനെ എടുത്തോണ്ട് വരാം, വണ്ടി എടുത്തോണ്ട്. ദൈവം തമ്പുരാനെ, നമ്മുടെ ഈ ഇൻഷുറൻസ് പണിയൊക്കെ നിർത്തി വല്ല സീരിയലിൽ അഭിനയിക്കാൻ പോയെങ്കിൽ ആളിനാള് തീറ്റയ്ക്ക് തീറ്റ എന്തുമാത്രം ആരാധകരാ. ആ വെല്ലുതോടിൻ്റെ പക്കത്ത് ചൂണ്ടയിട്ടോണ്ടിരുന്ന വർക്കിയുടെ ഇന്നത്തെ അവസ്ഥയെ അവൻ്റെ ബാഗ് എടുക്കാൻ ഞാൻ തന്നെ വന്നു. നമ്മുടെ പേരെന്താണ്? ഓ സ്വീറ്റ് നെയിം. ഇതെന്തൊരു നല്ല പെന്നാ. അമേരിക്കയില, ഇത് ഇന്ത്യയിൽ ഇതുപോലെ നല്ല പേനൊന്നും കിട്ടത്തില്ല. അമേരിക്കക്കാർക്ക് നിങ്ങൾക്ക് എന്താ ഒരു പെന്ന്? ഇതെനിക്കിരിക്കട്ടല്ലേ? ഒരു പടം. നൈസ്. എന്തൊരു നല്ല ക്യാമറ. ഓ മൈ ഗുഡ്നസ്, ഇത് വളരെ ക്ലാസിക് ക്യാമറ ആണല്ലോ. ഇത് ഇന്ത്യയിൽ കിട്ടത്തില്ല. ഓ അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കക്കാർക്ക് എന്താ ഒരു ക്യാമറ എന്ന് വലിയ കാര്യമാണോ? ഇതെനിക്കിരിക്കട്ടല്ലേ? ഓക്കെ, താങ്ക് യു. എനിക്കിരിക്കട്ടല്ലേ? അല്ലേ? അപ്പം ഞങ്ങളൊരു 6 മണിക്ക് കൃത്യമായിട്ട് പരിപാടി തുടങ്ങാനാണ് പ്ലാൻ. അപ്പം സാറിൻ്റെ വക ഒരു നല്ല എന്തെങ്കിലും ഒരു കലാപരിപാടി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓ അതിനെന്താ, ഡോണ്ട് വറി. എന്നെ കാണാനാണല്ലോ ആൾക്കാരവിടെ ടിക്കറ്റ് എടുത്ത് കൂടിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 2 പാട്ടും പാടാം. ഓ അത് മതി. പിന്നെ ഒരു കഥാപ്രസംഗവും ചെയ്യാൻ ടച്ചാസിൽ ചെയ്തതുപോലെ. എവിടെ ചെയ്ത സാറേ? ടച്ചാസിൽ. എൻ്റെ സ്റ്റേയിങ് അറേഞ്ച്മെന്റ്സ് ഒക്കെ എവിടെയാണ് ചെയ്തിരിക്കുന്നത്? അത് മുകളിൽ അപ്പച്ചൻ്റെ മുറിയിൽ നല്ല വൃത്തിയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റാർ വേണമെന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. അല്ല സാറേ, 5 സ്റ്റാർ ഇവിടെ അടുത്തുണ്ട്. പിന്നെ സാറ് നമ്മുടെ സ്വന്തം ആളായതുകൊണ്ട് വേറൊരു ഹോട്ടൽ റൂമിൽ കൊണ്ട് ആക്കണേ എങ്ങനെയാ, അതുകൊണ്ടാണ് ഞാനിവിടെ ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. പിന്നെ പോരാഞ്ഞിട്ട് നമുക്ക് ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഇവിടെ ആകുമ്പോൾ ഒരു നീക്കുപോക്ക് ഉണ്ടാവുമല്ലോ. സാറിന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചാ. ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ആഹാരത്തിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ആൾക്കാർക്ക് എൻ്റെ സൗന്ദര്യം മാത്രം ആസ്വദിച്ചാൽ മതി. പക്ഷെങ്കിൽ എൻ്റെ ആരോഗ്യവും സൗന്ദര്യവും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? താൻ എൻ്റെ ആഹാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോ? എഴുതിക്കോളാം, പറഞ്ഞോ.
രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചായയുടെ കൂടെ ഒരു നാടൻ കോഴിയുടെ മുട്ട. അല്ല ഇതിപ്പം നാടൻ കോഴിയുടെ മുട്ട എന്ന് പറയുമ്പോ അത് ഓർഗാനിക് വാങ്ങിച്ചാൽ മതി. സാധാരണ മുട്ടയേക്കാളും ഡബിൾ വിലയാവുന്നേ ഉള്ളൂ, പക്ഷെ നാടൻ കോഴിമുട്ടയുടെ അതേ ടേസ്റ്റാ. മേടിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വല്ല കട്ടിയായിട്ടൊന്നും വേണ്ട. വല്ല ചിക്കൻ സ്റ്റൂവോ പുട്ടോ വല്ലതും മതി. പക്ഷെങ്കിൽ മാതള ജ്യൂസ് മസ്റ്റായിട്ട് വേണം. മാതള ജ്യൂസ് എന്ന് പറയുമ്പോ അത് ഷോപ്പ് കിട്ടും, അതിലും ഓർഗാനിക് ഉണ്ട്. മേടിക്കാം. ഉച്ചയ്ക്കും രാത്രിയിലും എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. നിങ്ങൾ കഴിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മതി. ചിക്കൻ ടിക്ക മസാലയോ ബട്ടർ ചിക്കനോ മതി. പക്ഷെങ്കിൽ വൈകിട്ട് എനിക്ക് മട്ടൺ സ്റ്റൂ അത്യാവശ്യമാണ്. പിന്നെ കിടക്കുന്നതിന് മുമ്പേ എഴുതിക്കോ. ഓ, ബ്ലാക്ക് ആണോ? ബ്ലൂ കിട്ടിയില്ലേ? ഇതും സ്മൂത്താ. ഒരു ദിവസം ഇതങ്ങ് കഴിച്ചു നോക്ക്. ഓ, ഇത് കുടിച്ചാൽ എനിക്ക് തലവേദന എടുക്കും. ഇതൊക്കെ ഇരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ TV അവാർഡ് എനിക്ക് കിട്ടേണ്ടതല്ലയോ? ആ പാനലിരിക്കുന്ന പിള്ളേർ എന്നോട് വിളിച്ചു പറഞ്ഞതല്ലയോ? ഇതൊക്കെ കേട്ടല്ല ആരാണ് തല ഇറങ്ങി വീഴാത്തത്? അവനല്ലേ കളിച്ചത്? ആര്? ആ വേണു. ആര്? നെടുപിടി വേണു? പിന്നെ അല്ല. വാച്ച് കൊള്ളാമല്ലോ. മലയാളം മൂവി ഇൻഡസ്ട്രി മുഴുവനും പാരയല്ലേ. നിങ്ങൾ ഞെട്ടുകയല്ലേ. ഞാനൊരു കാര്യം പറയാം. ബോളിവുഡിൽ നിന്നും ഹോളിവുഡിൽ നിന്നും എത്രയോ ഡയറക്ടേഴ്സ് എന്നെ വിളിച്ചതാണ്. പിന്നെ നിങ്ങൾ ഫാൻസിനോടുള്ള സ്നേഹം കൊണ്ടും മലയാള ഭാഷയോടുള്ള സ്നേഹം കൊണ്ടും ഞാനിങ്ങനെ അങ്ങ് പിടിച്ചു നിൽക്കുകയല്ലേ. കിരീടം മൂവി കണ്ടിട്ടുണ്ടോ? മോഹൻലാൽ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായ അടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാ? ഞാനാ. അയ്യർ ദ ഗ്രേറ്റിൽ ആ നിരത്തി കിടക്കുന്ന ശവങ്ങൾ ആദ്യം കിടക്കുന്നത് ആരാ? ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഞാനാ. എന്തിനധികം ലേറ്റസ്റ്റ് ഹിറ്റായ രാജമാണിക്യത്തിൽ പോലും ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിട്ടാന്ന്. ഓത്തായിട്ടായിരിക്കും. 5:30 ഇപ്പൊ ഇറങ്ങിയാലേ അവിടെ സമയത്തിന് ചെല്ലത്തുള്ളൂ. ഷൈനി 3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു. ആൾക്കാരെല്ലാം അവിടെ വന്ന് ഹോള് നിറഞ്ഞിരിക്കുവാന്ന്. ഇതെന്തൊരു ഒരുക്കാ പോലും. നീ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുവാണോ? ഒക്കെ ചേട്ടാ, വർക്ക് ചേട്ടാ. ഇതാ ഞാൻ റെഡി. ഇതൊക്കെ ആണെങ്കിലും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ ഒരെണ്ണം വിട്ടല്ലേ ശരിയാ. അത് കുഴപ്പമില്ല. ഒന്നൊന്നും അല്ല, കുളമാവുന്ന എനിക്ക് തോന്നുന്നു. നീ ഈ സർവേക്കല്ലയിൽ ഓന്ത് കയറിയിരിക്കണോ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. എന്തിന് വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞാ പോരെ? അസോസിയേഷനിലെ ആൾക്കാരെല്ലാം ചോദിക്കുക ഇങ്ങനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലെന്ന്. ആ വേദിയിലിരുന്ന് ആ പുള്ളി പറഞ്ഞ പറച്ചില് കഥാപ്രസംഗം നല്ല അതിന്റെ പേര്. വേദിയിലിരിക്കുന്ന നേഴ്സുമാര് സഹോദരങ്ങളെ, ബാഡ്ജ് കുത്തി ഫ്രണ്ടിലിരുന്ന് അവന്റെ യോഗം. ഇല്ല ഞാനും കൂവിയാൻ അവിടെ ഇരുന്നു. അത് സ്റ്റേജിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴാ ആ ലിസിയുടെ ആ പ്രായമുള്ള അമ്മച്ചിയില്ലേ, പുള്ളിക്കാരത്തി പോലും അവിടെ ഇരുന്ന് കൂവുന്നു. ഹലോ, പിന്നെ ചേട്ടാ നിങ്ങൾ ആ ടിക്കറ്റ് അയച്ചില്ലേ? ഇവിടുത്തെ പരിപാടി കഴിഞ്ഞല്ലോ. ടിക്കറ്റ് ഇതുവരെ കിട്ടിയില്ല. അതിനാ മറ്റേ നിങ്ങൾ പറയുന്ന മാതിരി അത്ര പോറുന്ന പരിപാടിയൊന്നും അല്ലായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനാ ഹോസ്റ്റലിലെയും പരിപാടി ബോറായിരുന്നോ? പക്ഷെ ഇവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞെങ്ങനെയാ? ഇവിടെ ഞാൻ അടുത്ത് വേറെ പരിപാടിയൊന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ കൊണ്ടുപോകൂ. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയായി. ഒരു കാര്യം ചെയ്യാം, പ്ലെയിൻ ടിക്കറ്റില്ലേ വേണ്ട, ഞാൻ ഏതെങ്കിലും ബസ്സൊക്കെ കയറ്റി വിട്ടേക്കാം. നിങ്ങൾ അവിടുന്ന് ഒന്ന് പിക്ക് ചെയ്താൽ മതി കേട്ടോ. ഹലോ ഹലോ ഹലോ, ആ കൺവെൻഷൻകാരാ, അവർക്ക് ഇങ്ങനെ വേണ്ടെന്ന്. ഇവിടെ നടന്ന പരിപാടിയെക്കുറിച്ച് അവർ കേട്ടു. ഹോസ്റ്റലിലും ഇങ്ങനെ തന്നെ അലമ്പ് പരിപാടിയാണെന്നാ പറഞ്ഞ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നാ ചെയ്യാനാ, ഒരാഴ്ച കൂടി ഇങ്ങനെ ചുവന്നേ പറ്റുള്ളൂ. ഒരാഴ്ച കൂടോ? കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. രാവിലെ തുടങ്ങും ബുൾസായി തൊട്ട് 6 കൂട്ടം ഇല്ലാതെ ചോറ് ഇറങ്ങത്തില്ല പോലും. ഓരോന്നെടുത്ത് തലേ വെക്കുമ്പോൾ ആലോചിക്കണം. ഞാൻ നിന്നോട് ഇതൊക്കെ നേരത്തെ പറഞ്ഞല്ലേ. എന്തോ പറഞ്ഞെന്നാ? എന്റെ അയൽക്കാരനാ, ഞാൻ വിളിച്ചാൽ ഉടനെ ഓടി വരുമെന്ന് പറഞ്ഞല്ലേ, അതുപോലെ അങ്ങോട്ട് ഓടിച്ചു വിട. ഓടി എത്തൂന്ന് പറഞ്ഞ പോലെ ഓടി വന്നില്ലേ, ഇനി ഓടിച്ചു വിടാൻ തന്നെ കോഴിയെ പറ്റിയാണോ? ജോർജേ, ആണ്ട് തീറ്റി പണ്ടാരം വിളിക്കണു.
തീറ്റയിൽ ഇവൻ ഗിരിഗിരിയുടെ അപ്പനാന്നാ എനിക്ക് തോന്നുന്നത്. ഉണ്ടാകും. ആ ജോർജ് കുറച്ചുകൂടി ഇട്ടോ. ആ നമ്പർ പോലെ ചെറുക്കനെ ആ ഡയറക്ടറിനെ വിളിച്ച് ചോദിക്കുക, വർക്കി സാർ അമേരിക്കയിൽ എങ്ങും മുങ്ങിക്കളയരുതെന്ന്. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, എടാ ഞാൻ മുങ്ങുകയാണെങ്കിൽ നിന്നോട് കുറച്ച് കാശും മേടിച്ചോണ്ടേ മുങ്ങത്തുള്ളെന്ന്. മട്ടൺ ഇല്ലേ? മട്ടൻ കിട്ടിയില്ല. സാറേ പതുക്കെ കഴിച്ചാൽ മതി. ഈ ശകലം വെള്ളം കുടിച്ചാൽ ഈ എക്കിള് പൊക്കോളൂ. എന്നാ ഇച്ചിരി വെള്ളം ഇങ്ങ് എടുക്ക്. മട്ടൻ കഴിച്ചില്ലേലും ഉള്ളതാ എനിക്കിത്. ഓ അവനിപ്പോ മട്ടൻ ഇല്ലെങ്കിൽ ചോറിറങ്ങിയല്ല. മട്ടൻ കഴിച്ചില്ല അവന് എക്കിള് വരുമെന്ന്. നല്ല പ്രായത്തിൽ മട്ടൻ പോയിട്ടൊരു മുട്ട ഇവൻ കഴിച്ചിട്ടില്ല. ആ പാക്കരൻ ചേട്ടൻ്റെ ചായക്കടയുടെ തിണ്ണയിലിരുന്ന് കടുങ്കാപ്പിയും പപ്പടവടയും കഴിക്കണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവനിപ്പോൾ മാതള ജ്യൂസ് ഇല്ലെങ്കിലേ ഉറക്കം വരികയല്ല. പണ്ടാരോ പറഞ്ഞത് ശരിയാ. ഈ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ നമ്മൾ അടുത്തറിയുമ്പം നമുക്ക് അവരെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായം പോവും. പിന്നെ നിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ ലോറിക്കടി തവള പോയാലെ കമന്ന് കിടപ്പുണ്ട് ആ ബെഡിൽ. ഞാനിപ്പോൾ നോക്കിയുള്ളൂ. 1-2 സീരിയലിൽ അഭിനയിച്ചു. അവനിപ്പോൾ സൂപ്പർ സ്റ്റാർ. എന്തിനാ പറയുന്നേ? നിന്നെ പോലുള്ള കൊച്ചമ്മമാരല്ലേ ഇവനെ പോലുള്ളവനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരണേ. ചേട്ടാ ഞങ്ങളുടെ പരിപാടിക്ക് ഒരു ചീഫ് ഗസ്റ്റിനെ വേണമായിരുന്നു. അതിന് ഇവിടെ ഉള്ള ഒരാളെ ഉപയോഗിച്ചു. അതിപ്പം നമുക്ക് പാരയുമായി. ഏതായാലും അച്ഛൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ ബുൾസായി തൊട്ട് തുടങ്ങാനുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച അപ്പച്ചൻ്റെ ഗ്യാസ് കാരണം ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇന്നേലും ഇച്ചിരി നേരത്തെ ഉറങ്ങാൻ നോക്ക്.